For our wedding anniversary, I need a car as a surprise gift. എല്ലാവർക്കും നമസ്കാരം. അഖിൽ NRT, മേഘ, ഈ രണ്ട് പേരുടെ ഇഷ്യൂ എല്ലാവരും പറഞ്ഞാണ്. സോഷ്യൽ മീഡിയ അത്യാവശ്യം ഫുള്ള് ഇപ്പം അത് തന്നെയാണ് സംസാര വിഷയങ്ങൾ. എന്നാൽ മേഘ എന്തോ അഖിലിനെതിരെ വീഡിയോ ഒക്കെ ആയിട്ട് വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവരുടെ സർക്കിളിലൊക്കെ അന്വേഷിച്ച് പറയാൻ സാധിച്ച കാര്യങ്ങളാണ്. അഖിലിനെതിരെ എന്തോ വീഡിയോ ആയിട്ടൊക്കെ വരുമെന്ന്. പിന്നെ ഞാൻ ഒരു കാര്യം ആദ്യമേ പറയാം. ഇനിയിപ്പോൾ എന്ത് ന്യായീകരണമായിട്ട് എന്ത് ഇതായിട്ട് വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ മേഘ കാണിച്ചത് തൊട്ടിത്തനമാണ്. വേറൊന്നുമല്ല, ഒളിച്ചോടു അല്ലെങ്കിൽ ഒളിച്ചോടണം എന്നുള്ളൊരു പ്രോസസ്സിലോട്ട് പോയതിൽ എനിക്കൊരു യോജിപ്പുമില്ല. നിയമപരമായിട്ട് വേർപിരിയാമായിരുന്നു. ഓക്കെ, അതിലൊരു അന്തസ്സുണ്ട്, ഒരു ക്വാളിറ്റി ഉണ്ട്. അല്ലാണ്ട് ഒളിച്ചോടി കള്ളക്കാമുകനോടൊപ്പം ഒളിച്ചോടി പോവുക എന്ന് പറയുന്ന ഫാക്ടർ എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ മേഘയുടെ ഭാഗത്ത് ശരിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരി ഇല്ല എന്നും പറയാം. കാരണം ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് അത്ര ഇപ്പോൾ ഫെയർ ആയിട്ട് തോന്നുന്നില്ല. ഞാൻ അന്വേഷിച്ചു. നമ്മൾ ഒരു വിഷയം വരുമ്പോൾ അന്വേഷിക്കണമല്ലോ. അപ്പോൾ എനിക്ക് എന്തോ ഒരു ഉടായ്പ് മണം ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനി അവൾ എന്തൊക്കെയോ തെളിവുകളായിട്ടൊക്കെ വീഡിയോ ആയിട്ട് വരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാം, അപ്പോൾ കാണാം എന്താണ് ഇവൾ പറയാൻ പോകുന്നത്. അതുപോലെ ഞാനൊരു പോസ്റ്റ് ഇവിടെ കൊടുക്കാം. ഈ തന്തയില്ലാത്ത പരിപാടി ചെയ്യില്ലടേ, ഉള്ള കാര്യം പറയാം. അഖില് മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് ആദരാഞ്ജലികളൊക്കെ നേർന്നുകൊണ്ട് പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട്. അത്തരം തന്തയില്ലാത്ത പരിപാടി ചെയ്യാതിരിക്കുക. എന്ത് സുഖമാണ് അതിൽ നിന്ന് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഓക്കെ, ഞാൻ ആ പോസ്റ്റ് ഇവിടെ ഒന്ന് കൊടുക്കാം. ഹിലാൽ ബിൻ ഉമ്മർ എന്ന് പറയുന്ന ഒരുത്തൻ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റാണ്. ആദരാഞ്ജലികൾ. ഭാര്യ ഒരു ബസ് കണ്ടക്ടറുടെ കൂടെ ഒളിച്ചോടിയ മനോവിഷയത്തിൽ ജീവനൊടുക്കിയ പ്രശസ്ത യൂട്യൂബർ അഖിൽ NRT 30 വയസ്സെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്നെയൊക്കെ പോലത്തവന്മാരെ ചീത്ത വിളിച്ചിട്ടൊന്നും കാര്യമില്ലേ. ഞാൻ വെറുതെ എന്തിനു വിളിക്കുന്നത്? അവൻ്റെ പ്രൊഫൈൽ ഇവിടെ കൊടുക്കാം. ഇവനാണ് ഹിലാൽ ബിൻ ഉമ്മർ എന്ന് പറയുന്നവൻ. ഇവനാണ് ഈ മറ്റേ അടുത്ത പരിപാടി കാണിച്ചു വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി വേറൊരു ന്യൂസ് യു എന്ന് പറയുന്ന ഒരു ചാനൽ. മേഘയുടെ രണ്ടാം വിവാഹം അഖിലിന്റെ ആദ്യത്തെയും ഇവൾക്ക് ഇത് തന്നെയാണോ പണി എന്ന് ആരാധകർ. ആര് ചോദിച്ച്? ഇവൾക്ക് രണ്ടാമത്തെ കല്യാണമൊന്നുമല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറേ പോസ്റ്റുകൾ വരുന്നുണ്ട്. ഇവൾക്ക് ഇപ്പോൾ 22 വയസ്സെങ്ങാണ്ടേ ആയിട്ടുള്ളൂ. അതുപോലെ ഇവൾ ഒളിച്ചോടി പോയാലും 37 42 എന്തോ വയസ്സായിട്ടുണ്ട്. എന്ത് കടിയാണ് തീർത്തതെന്ന് എനിക്കറിയില്ല. അവനാണെങ്കിൽ ഒരു ഭൂലോക ഫ്രോഡാണെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനത്തെമാര് തന്നെയാണ് റൂട്ട് ചെയ്തിട്ട് പോകുന്നത്. ഈ കോഴിക്കോട് ബാലശ്ശേരിയിൽ ഷഹല എന്ന് പറയുന്ന ആളെ റൂട്ട് ചെയ്തുകൊണ്ട് പോയ ഒരു മൊബൈൽ ഷോപ്പുകാരനില്ലേ. ഓക്കെ, അവളാവൻ കൊണ്ടിട്ട് ഉപദ്രവിച്ച് കുറച്ച് 2 ദിവസത്തിനകത്ത് തിരിച്ചവൾ വീട്ടിൽ വന്നു. ഇതാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇതുപോലെ നിനക്കും കിട്ടട്ടെ മേഘ, കേട്ടാ. ഇപ്പോൾ സുഖങ്ങൾ തേടി പോകുമ്പോൾ കുറച്ച് സുഖം ആദ്യം കിട്ടുമെങ്കിൽ പിന്നെ കുറച്ച് കയ്ക്കും, പിന്നെ അങ്ങോട്ട് കയ്പോട് കയ്പായിരിക്കും. ആദ്യം കുറച്ച് മധുരിക്കും, പിന്നെ കയ്ക്കും. അതാണ് ഇവിടത്തെ രീതി. അല്ലാതെ ആദ്യം കച്ചിട്ട് പിന്നെ മധുരിക്കത്തില്ല. ആദ്യം മധുരിക്കും, പിന്നെ കയ്ക്കും. അതാണ് അവിഹിതത്തിന്റെ ഒരു സുഖം. ഞാൻ ആ ഒളിച്ചോടുന്ന വീഡിയോ കണ്ടപ്പോൾ അന്തിച്ചിരുന്നു. ഇങ്ങനെ ഓടി അങ്ങ് പോവുകയാണ്. ഇവർക്ക് അറിയത്തില്ലേ അഖിൽ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്, ഇത് നാളെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുമെന്ന്. അറ്റ്ലീസ്റ്റ് നീ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നിനക്ക് ഈ ബന്ധം തുടരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിയമപരമായിട്ട് വേർപിരിഞ്ഞ് പോയിരുന്നെങ്കിൽ അതിലൊരു അന്തസ്സുണ്ട്. ഓക്കെ, അത് അങ്ങനെ നീ പോയിരുന്നെങ്കിൽ നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്തേനെ. നീ ഇനിയിപ്പോൾ എന്ത് വിഷയം എന്ന് പറഞ്ഞാലും ഓക്കെ. ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ അത് തന്നെയാണ് പറഞ്ഞത്. അഖിലിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയപ്പെടുന്നു. എത്രത്തോളം അതിൽ സത്യം ഉണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ എന്തൊക്കെയായാലും ഒളിച്ചോടിയ തെറ്റ് തന്നെ. ഞാൻ ഒളിച്ചോട്ടത്തിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. കാരണം അത് ഒരുപാട് നാണക്കേടുണ്ടാക്കുന്ന ഒരു ഫാക്ടറും കൂടിയാണ്. ഇപ്പം നീ പോയാൽ കുറച്ച് ദിവസം നിന്നെ വെച്ച് സൂചിപ്പിക്കും, പിന്നെ സുഖം കിട്ടും, അപ്പം നീ പഠിക്കും. എന്തായാലും ഇപ്പോൾ അക്കരപ്പച്ച തേടി പോയില്ലേ, അതിൻ്റെ എല്ലാം നിനക്ക് കുറച്ച് ദിവസം അനുഗ്രഹമായിട്ട് കിട്ടും, കേട്ടാ മേഘേ. അപ്പോൾ ഇതുപോലെ ഫേക്ക് ന്യൂസുകളും ഇവൻ മരിച്ചു പോയെന്ന് ഇവള് രണ്ടാം വിവാഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫേക്ക് ന്യൂസുകൾ പഠിച്ചു വിടുന്ന ചാനലുകാർ ഒന്ന് ശ്രദ്ധിക്കുക, കേട്ടാ. മറ്റേ അടുത്ത പരിപാടികൾ കാണിക്കല്ലേ. ഇനി ഞാൻ ഈ 24 തമ്മിൽ എന്ന പ്രോഗ്രാമിൽ നടന്നിട്ടുള്ള ഒരു ചർച്ച ഒന്ന് കൊടുക്കാം. ആ ചർച്ചയിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം. ഇന്ന് അവിഹിതം എന്ന് പറയുന്ന ഫാക്ടർ ഭയങ്കരമായിട്ട് പെരുകി വരികയാണ്. പണ്ടത്തെ കാലത്തും സ്ത്രീകൾ ഇപ്പോൾ ഭർത്താക്കന്മാർ നേരെ ഗൗനിച്ചില്ലെങ്കിൽ കൂടി അവർ കുടുംബം എന്ന് പറയുന്ന ഒരു അടിത്തറയിൽ വിശ്വസിച്ച് ജീവിക്കുമായിരുന്നു. ഓക്കെ, നാണക്കേടുണ്ടാക്കാണ്ട് ജീവിക്കുമായിരുന്നു. എല്ലാം സഹിച്ചും ത്യജിച്ചും ജീവിക്കുമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല പെൺപിള്ളേർ. ഇന്ന് നീ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ തോന്നിയ ആടിന് പോകും. അതുപോലെയാണ് ഈ ഒളിച്ചോട്ടം ഇവിടെ നടന്നിട്ടുള്ളത്. ഇന്ന് ഒളിച്ചോട്ടം കൂടിക്കൂടി വരെയാണ്, അവിഹിതം കൂടിക്കൂടി വരെയാണ്. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ കെട്ടുന്ന സമയത്ത് ഒരു 5-6 മാസം ഭാര്യമാരെ നല്ലോണം ഗൗനിക്കും. പിന്നെ അങ്ങോട്ട് തഴയും. അവർ പിന്നെ അവരുടെ കാര്യങ്ങൾ നോക്കി പോകും. അപ്പോൾ ഇവളുമാർക്ക് കിട്ടേണ്ട കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഒളിച്ചോടുന്നത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. ഒളിച്ചോടുന്നത് അന്തമില്ലാത്ത അവരോട് തന്നെയാണ്. കാരണം നാണം കെടുത്തിക്കൊണ്ട് നാറ്റിച്ചുകൊണ്ട്
അപ്പൊ ഇങ്ങനെ കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാണ്ട് വരുമ്പോൾ ഇവളുമാര് വേറെ ആൾക്കാരുമായിട്ട് ബന്ധം സ്ഥാപിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം പറയാം, കിട്ടേണ്ടത് കിട്ടുന്നില്ല, നിനക്കൊക്കെ ആ ബന്ധം തുടരാൻ പറ്റുന്നില്ലെങ്കിൽ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുത്തിട്ട് പോവുക. അല്ലാണ്ട് ഒളിച്ചോടിയല്ല ബന്ധം അവിടെ വേർപെടുത്തേണ്ട. അതുകൊണ്ട് ഒളിച്ചോട്ടത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ഓക്കെ, ബന്ധം വേർപെടുത്തിയിട്ട് പോയി കഴിഞ്ഞാൽ അതിൽ അന്തസ്സുണ്ട്, ഒരു ക്വാളിറ്റി ഉണ്ട്. അത് നാണക്കേടില്ലാണ്ട് തന്നെ അങ്ങ് മാറും ആ ഒരു കേസ്. എത്രയോ പേര് ഇവിടെ ഡിവോഴ്സ് വാങ്ങിയിട്ട് പോകുന്നുണ്ട്. അല്ലാണ്ട് ഈ പറയുന്നത് പോലെ ഒന്നിച്ചു പോകാൻ പറ്റിയില്ലെന്ന് വെച്ചാൽ അവൻ കുറ്റക്കാരനാണ്, അവൻ എന്നെ നേരെ ഒന്നും നോക്കുന്നില്ല, കയറി കയറുന്നില്ല, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ 8000 രൂപ പോയി. അത് തന്തയില്ലായ്മയാണ്. ഓക്കെ, അത് തന്തയില്ലായ്മയാണ്, അത് തൊട്ടിപ്പരിപാടിയാണ്. ഇപ്പോൾ ഈ മേഘയുടെ അമ്മയെ കുറിച്ചിട്ടും പല കഥകളും പുറത്ത് വരുന്നുണ്ട്, നടന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, എന്തിന് നീ ഒറ്റ എടുത്തി കാരണം നിന്റെ അമ്മയുടെ ചരിത്രം വരെ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിട്ടുണ്ട്. അതാണ് അവസ്ഥ. അതുകൊണ്ട് കുറച്ചൊക്കെ ഒരു അടക്കമൊതുക്കമൊക്കെ കാണിക്കണം. അല്ലാണ്ട് ഒരു കുടുംബം തകർത്തും കൊണ്ടല്ല ഒളിച്ചോടി പോകേണ്ടത്. നിനക്ക് വേണ്ടായിരുന്നു നിയമപരമായിട്ട് വേർപിരിയാമായിരുന്നു, അന്തസ്സായിട്ട്. അല്ല, അന്തസ്സുണ്ടേ. അല്ലാണ്ട് വല്ലാണ്ട് അവിടെ ഇറങ്ങിപ്പോയി ബാഗും പൊക്കണം എടുത്തോണ്ട് ഓടുന്ന വീഡിയോ ഇറക്കി വെച്ചിരിക്കുന്നത്. വല്ലാത്ത അവസ്ഥ. അതാണ് പോയത് ഒരു കഴുപ്പണം കെട്ടവൻ്റെ കൂടെ എന്നാണ് പറയുന്നത്. അതിനേക്കാളും അത് അനുഭവിക്കണം. ഇങ്ങനെ പോകുന്നവളുമാര് ഏതെങ്കിലും കഴുപ്പണം കെട്ടവൻ്റെ കൂടെ പോയി അനുഭവിക്കണം, എങ്കിലേ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആവത്തുള്ളൂ. ഇനി തമ്മിൽ പ്രോഗ്രാമില്ല, ഷോയിലുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് കൊടുക്കാം. എന്താ പറ്റിയത്? ഡിവോഴ്സ് ആയോ? ഡിവോഴ്സ് ആയി, ഇന്നലെ പേപ്പർ കിട്ടിയത്. ഡിവോഴ്സ് ചെയ്തോണ്ട് പേപ്പർ കിട്ടി, അതിന്റെ ഒരു സന്തോഷത്തിൽ ഇരിക്കുക. അങ്ങനെയല്ല പറയുന്നത്, പക്ഷെ നമ്മള് കുറെ കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യും. എന്തായിരുന്നു സംഭവിച്ചത്? കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂ, അത്രേ ഉള്ളൂ. കമ്പാറ്റിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ലെക്കിമെന്റ് കമ്പാറ്റിബിലിറ്റി പോലല്ലോ രണ്ട് മനുഷ്യർ തമ്മിൽ. എന്താ ഉദ്ദേശിച്ചത്? എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് എന്താ പറയാ, ഒരു കോമ്പാറ്റിബിലിറ്റി ഇഷ്യൂ. എന്റെ ചേട്ടാ, അതെന്തുവന്നാ ചോദിച്ചത്? ചേട്ടന്റെ ഭാര്യ കമ്പാറ്റബിൾ ആയില്ലെന്ന് പറയുമ്പോ ഈ സാങ്കേതിക ജ്ഞാനമുള്ള വേറെ അത് അയാൾ പ്രൈവറ്റ് ആയിട്ട് പറഞ്ഞു. അല്ലല്ല, അയാൾ ഉദ്ദേശിച്ചത് ഈ കമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ ഒരു ഐഡിയ ഉണ്ട്. അല്ലേ, ഒരു ഐഡിയ ഇല്ലേ? ഉണ്ട്. എന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇക്വാലിറ്റി ആൻഡ് പാർട്ട്ണർഷിപ്പ് ആണ് ഞാൻ ഒരു വിവാഹത്തിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് എപ്പോഴും ഓരോ ഈഗോ ക്ലാഷ്, നമുക്ക് ഒരുപാട് മെന്റൽ ആയിട്ടുള്ള കുറെ പ്രോബ്ലങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായി. ചില കാര്യങ്ങൾ ഇപ്പൊ ഞാനും വേറെ ആളും തമ്മിൽ നല്ല ക്ലോസ് ആണ്. അപ്പോൾ നമ്മൾ തമ്മിൽ ഒരു കോമ്പാറ്റിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അപ്പുറത്തെ സൈഡ് ഒരു ചേർച്ചയാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു സംഭവം നമ്മൾ രണ്ടുപേരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാരായിരുന്നു, ഡീസന്റ് ആയിരുന്നു. വേറെ അഡൾട്ടറി അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാകും, അങ്ങനെ ബാക്ക് ടു ബാക്ക് ഓരോ പ്രോബ്ലംസ് ഉണ്ട്. അതിനാണ് ഞാൻ നിരന്തരമായിരുന്നു. അത് വല്ലപ്പോഴും തട്ടിമുട്ടി കിടക്കും എന്നൊക്കെ നമ്മൾ താണ്ടിപ്പുറത്ത് സാറിന് പറയില്ലേ, അങ്ങനെ തട്ടിമുട്ടി കിടക്കായിരുന്നു. അതോ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മള് വി ആർ കംപ്ലീറ്റ്. കുഴപ്പം അല്ല, ഞങ്ങള് ഒരു കോ പേരന്റിംഗ് എന്നുള്ള ഒരു സെറ്റപ്പിൽ വന്നു. മ്യൂച്വൽ കൺസെന്റിലാണോ വിവാഹമോചനത്തിന് കൊടുത്തത്? അതെ, ഏറ്റവും അവസാനം എല്ലാരും മടുത്ത് കഴിഞ്ഞപ്പോ പിന്നെ മ്യൂച്വൽ ഫീസ് കൊടുക്കുന്ന മുമ്പ് ആലോചിച്ചു. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞ് ഇത് ഇങ്ങനെയൊക്കെ എഴുതി തന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മ്യൂച്വൽ കയറിയെന്ന്. എവിടെയാ വീട്? വീട് തലയിലപ്പുറം. ഓക്കെ, താങ്കളുടെ കാര്യത്തിലും ഹേമ അല്ലേ? ഹേമ, എന്താ സംഭവിച്ചത്? എന്റെ ഹസ്ബൻഡിന് വേറെ ബന്ധം ഉണ്ടായിരുന്നു, എന്റെ വീട്ടുകാരെ അറിഞ്ഞില്ല. ഓക്കെ, അപ്പൊ ഹേമ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞോ? ഡിവോഴ്സിന് കൊടുത്തിട്ടുണ്ട്. ഉടക്കണക്കാണോ? ഓക്കെ, ഏത് കുടുംബ കോടതിയിലാണ് ഇപ്പൊ ഈ പ്രശ്നമുള്ളത്? പുനലൂരാ കൊടുത്തേക്കുന്നത്. പുനലൂർ കുടുംബ കോടതിയിൽ. ചില ആൾക്കാർ പറയല്ലോ, കുറച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് വിട്ടുവീഴ്ച വേണം എന്നൊക്കെ കുട്ടികളോട് പറയുന്നവരുണ്ടല്ലോ. അപ്പൊ പണ്ടത്തെ കാലത്ത് വിട്ടുവീഴ്ചയില്ല, മനസ്സിലായില്ലേ? ഏത് കാലത്ത്? 73 കാലഘട്ടത്തിൽ അപൂർവം മാത്രം, വളരെ അപൂർവം മാത്രമേ ചെയ്യത്തുള്ളൂ. അമ്മജി, അതിന്റെ രസം എന്താ അറിയോ? രണ്ട് വ്യത്യസ്ത വ്യക്തികൾ തമ്മിൽ കല്യാണം കഴിച്ച് ഒരു മുറിയിലാകുമ്പോ ഉണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങൾ വരും. അതിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്തേ നോക്കൂ. ഒന്നോട് പറഞ്ഞോട്ടെ, നേരത്തെ ഉള്ള മാതാപിതാക്കള് എങ്ങനെ കഷ്ടപ്പെട്ടിട്ടായാലും മക്കളെ കെട്ടിച്ചുവിടും. അവർ കള്ളുകൂടിയനായാലും ഏത് ഇതല്ല അവർ മക്കളോട് പറയും സഹിച്ച് ക്ഷമിച്ച് വീട്ടിൽ കഴിഞ്ഞുകൂടാന്ന് പറയും. ഇപ്പോഴത്തെ പെമ്പിള്ളേര് നല്ല വിദ്യാഭ്യാസം ഉള്ളവരായതുകൊണ്ട് അവര് ഇന്നല്ലെങ്കിൽ നാളെ അവർ പഠിച്ച് അവർ വഴിക്കും. ആണുങ്ങൾ എവിടെയെങ്കിലും കിടന്നോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെയുള്ള കാലഘട്ടങ്ങളാണ് ഇപ്പൊ മുഴുവൻ വന്നിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അതെ. വിട്ടുവീഴ്ച എന്നതിന് ഒരു ബൗണ്ടറി ഇല്ലേ സാർ? ഇപ്പൊ പറഞ്ഞു ആണുങ്ങൾ മദ്യപാനം അതായത് അങ്ങനെ കിടക്കുന്നു ഇങ്ങനെ കിടക്കുന്ന ഒരു ആരോപണം വന്നു. എന്റെ കേസിൽ കൃത്യമായൊരു കോടതി വിധിയുണ്ട്. ദ പെറ്റീഷണർ മദർ ഈസ് എ ഡ്രങ്കാർഡ് ലേഡി. പെറ്റീഷണർ മദർ അതായത് എന്റെ ഭാര്യയായിരുന്ന സ്ത്രീ കൊടുത്ത കേസിൽ അത് കോടതി പറഞ്ഞിരിക്കുകയാണ്. ദ പെറ്റീഷണർ മദർ ഈസ് എ ഡ്രങ്കാർഡ് ലേഡി. ഷീ ഈസ് ലീഡിങ് എ വേവാർഡ് ലൈഫ് ഓൾസോ.
ദിസ് ടൈപ്പ് ഓഫ് മദർ cannot imbibe good qualities in the children, so I can't given the custody permission to the petitioner mother എന്ന് പറഞ്ഞു വിധി. അത് എന്തുകൊണ്ടാണ്? ജഡ്ജ്മെന്റ് എന്റെ കയ്യിലിരിക്കുന്നു, സംശയമുള്ളവർക്ക് പരിശോധിക്കാം. ഞാനിത് പറഞ്ഞെന്ന് വെച്ചാല് ആ കാര്യമാണ്. അങ്ങനെയുമുള്ള ആളുകളുണ്ട്, അങ്ങനെയുമുള്ള സ്ത്രീകളുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും മദ്യപിക്കുന്നു. വിവാഹമോചനം എന്നുള്ളത് ഒരു ഡിബേറ്റിൽ ഇത് ആൺപെൺ പ്രശ്നമല്ല, ഇത് വിക്റ്റിമായിട്ടുള്ള ഒരാൾ അനുഭവിക്കുന്നത് എന്നതാ. ഇതിൽ പുരുഷന്മാരും അനുഭവിക്കുന്നുണ്ട്, സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കുറ്റം ചെയ്യുന്നത് പുരുഷന്മാരാണ്. കാരണം സ്ത്രീകളാണ് ഏറ്റവും പീഡിപ്പിക്കപ്പെടുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പം നിർഭാഗ്യവശാൽ ഈ വിവാഹമോചന കാര്യങ്ങളിലും ചേട്ടനെ പോലത്തെ കേസുകളും ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അനുഭവിക്കുന്നു എന്നുള്ളതാ. ചേട്ടനെ പോലെയുള്ളവരും അനുഭവിക്കുന്നത്. സോറി ടു ഇന്ററപ്റ്റ്. ഇപ്പം പറഞ്ഞല്ലോ, വേണ്ട, ഇവിടെ ഇന്റർപ്ഷൻ ആണ് മെയിൻ പരിപാടി. ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ ഈ റീസെന്റ് ഒരുപാട് ന്യൂസ് പത്രങ്ങളിൽ വന്നിരുന്നല്ലോ, അത് നിങ്ങളാരും വായിക്കുന്നില്ലേ? ചേട്ടൻ പറഞ്ഞു ശരിയാ. റീസെന്റ് കേസുകൾ വന്നത് ഒരു കുറേ കേസുകൾ ബസ്സിൽ ഇഷ്യൂ ആണെങ്കിൽ കുറേ കേസുകൾ വരുമ്പം അതിൽ ഒന്ന് വരുമ്പം ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ന്യൂസ് ആയതുകൊണ്ട് ഒരുപാട് അറ്റൻഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ചേട്ടാ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അറ്റൻഷൻ അത് വിചാരിച്ച ആണുങ്ങളും അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, പറയുന്ന കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ കറക്റ്റാണ്. പണ്ടത്തെ കാലത്ത് പെമ്പിള്ളാർ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ നിൽക്കുമായിരുന്നു. എല്ലാം എന്റെ വിധിയാണെന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചിലേറ്റി നിൽക്കുമായിരുന്നു പണ്ടത്തെ കാലത്തെ സ്ത്രീകൾ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. പുരോഗമനം കുറച്ച് കൂടിയപ്പോൾ തന്നെ എല്ലാം പല പോലെ തന്നെ വേണ്ട, ഡിവോഴ്സ് നല്ല ഓപ്ഷനാണ്. നമുക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല. ഡിവോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സ്വീകരിച്ച് വേർപിരിഞ്ഞു പോവുക. പക്ഷേ ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ പോലും പിടിക്കാണ്ട് ഇതുപോലെ ചില കടയാടി മക്കൾ ഒളിച്ചോടും. അവിടെയാണ് നാളെ ഇവർക്ക് വല്ല പിള്ളേരും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പിള്ളേരടക്കം നാണക്കേട് ഫേസ് ചെയ്യും. ഇപ്പം തന്നെ ഈ മേഘയ്ക്ക് നാളെ മറ്റവനിൽ കൊച്ചുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടികളടക്കം ആ നാണക്കേട് ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, നിന്റെ തള്ള മറ്റവനെ ഇട്ടിട്ട് ഒളിച്ചാടിപ്പോയി കെട്ടി ഉണ്ടാക്കിയതല്ലേ എന്നുള്ള സാധനം വരും. മക്കളായിരിക്കും ആ ചീത്തപ്പേര് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വരുന്നത്. മറ്റേ ഡിവോഴ്സ് വാങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിലൊരു മാന്യതയുണ്ട്, അതിലൊരു ക്വാളിറ്റി ഉണ്ട്, ഒരു നിലവാരമുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ എല്ലാവരും ഡിവോഴ്സായി പോകണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുന്നത് അതിലൊരു നിലവാരവും ക്വാളിറ്റിയും ഉണ്ട്. മറിച്ച് ഇതുപോലെ ഒളിച്ചോടി പൊയ്ക്കഴിഞ്ഞാൽ നാളെ കുടുംബത്തിലുള്ള നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അതുപോലെ മക്കളുണ്ടായിക്കഴിഞ്ഞാൽ ആ മക്കൾക്ക് ആ ചീത്ത പേര് കിട്ടും, എല്ലാം കിട്ടും. ഇതൊക്കെ ആയിരിക്കും അവസ്ഥ. അതുകൊണ്ട് ഇമാതിരി തൊട്ടിപ്പരിപാടി ചെയ്യാതിരിക്കുക. നിങ്ങൾ ഡിവോഴ്സ് വാങ്ങിപ്പോ. ഇപ്പോൾ മേഘയുടെ അടുത്തായാലും എനിക്ക് പറയാനുണ്ടായിരുന്നു, നീ ഡിവോഴ്സ് വാങ്ങിയിട്ട് അവൻ്റെ കൂടെ പൊക്കോ, നിന്റെ ഇഷ്ടമുള്ള തന്തേര പ്രായമുള്ളവൻ്റെ കൂടെ ആണെങ്കിലും പൊക്കോ. പക്ഷെ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിനക്ക് അവിടെ ഉണ്ടായിരുന്നു. പകരം നീ അവൻ്റെ ലൈഫും കൂടി നാളാണത്താക്കിയിട്ട് ഒരു കുട്ടിച്ചോറാക്കി. എന്നിട്ട് അവൻ്റെ ഭാഗത്തിന് തെറ്റുണ്ടെങ്കിൽ തന്നെ, ഓക്കെ, തെറ്റുണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഡിവോഴ്സ് വാങ്ങാമായിരുന്നു. അതായിരുന്നു അവിടെ ഒരു ഗുഡ് ഓപ്ഷൻ. ഓക്കെ, പിന്നെ ഞാൻ വേറൊരു കേസാണ് ആദ്യം അറിഞ്ഞത്. പിന്നെ അത് മനസ്സിലായി എനിക്ക് ഫേക്ക് ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലായപ്പോഴാണ് ഞാൻ പിന്നെ അത് ഡ്രോപ്പ് ചെയ്തത്. കാരണം അഖിലിന്റെ ഭാഗത്ത് അതിൻ്റെതായ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് പിന്നെ മനസ്സിലായത് ഫേക്കാണ്, മനഃപൂർവ്വം മേഘ പറഞ്ഞുണ്ടാക്കിയ ഒരു കേസാണ് ഇത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ പിന്നെ എനിക്ക് തെറ്റുപറ്റിയെന്ന് ഞാൻ മനസ്സിലാക്കി. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് അങ്ങോട്ട് സംസാരിക്കാത്തത്. നമുക്കിപ്പോൾ തെറ്റുപറ്റി കഴിഞ്ഞാൽ നമുക്ക് തിരുത്തണമല്ലോ. അതാണ് രണ്ടാമത്തെ വീഡിയോയിൽ ഞാനത് തിരുത്തിയത്. ഓക്കെ, ഇനി ഇതിന്റെ ബാക്കി ചർച്ചയുടെ കുറച്ച് ഭാഗങ്ങൾ കേൾക്കാം. അങ്ങനെ ഗതികേട് വിദ്യാഭ്യാസം 10ാം ക്ലാസ്സാണ്. ഈ സംഭവം ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് എന്നാണ്? ഇത് കേസ് തുടങ്ങുന്നത് 2018 പക്ഷെ അതിനു മുമ്പ് 2015 ഏത് കോടതിയിലായിരുന്നു? തൃശ്ശൂർ കുടുംബ കോടതിയിലാണ് കേസ് സ്റ്റാർട്ട് ചെയ്തത്. എതിർകക്ഷിയാണ് കേസ് കൊടുത്തത്, ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. മക്കളുടെ ഈ ഇത് അടിച്ചു പിരിയാനുള്ള കാരണം എന്തായിരുന്നു? നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള ഒരു പരിഗണനയുണ്ട്. ആ പരിഗണന മിസ്യൂസ് ചെയ്തിട്ട്, അതായത് അവരുടെ തോന്നിവാസ ജീവിതം അവർ നയിക്കുക, അവരുടെ ഇഷ്ടത്തിന് അവർ കാര്യങ്ങൾ ചെയ്യുക. രാവിലെ വീട്ടിൽ നിന്ന് പോകും, വൈകിട്ടാകുമ്പോൾ വിളിക്കുന്നു വരില്ല എന്ന് പറയും. 3 ചെറിയ കുഞ്ഞുങ്ങളായിട്ട് ഞാൻ വീട്ടിൽ തനിച്ചാ. നമുക്ക് മിസ്റ്റേക്ക് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇല്ല, അവരിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു. അവർക്ക് അവർ ആരോപിക്കുന്നത് എന്റെ പേരില. കാരണം താങ്കളുടെ പേരിൽ അവർ ആരോപിച്ച കുഴപ്പങ്ങൾ എന്തായിരുന്നു? അഡൽട്ടറി ഉണ്ട്, പിന്നെ ക്രൂവാലിറ്റി ഉണ്ട്, എല്ലാ കാര്യങ്ങളും. പരസ്ത്രീഗമനം. അതെ, അതാണ് അവർ ആരോപിച്ചത്. പക്ഷെ അവർക്കെതിരെയുള്ള എവിഡൻസ്, ഇത്രയധികം എവിഡൻസ് എന്റെ കയ്യിൽ ഇരിക്കുകയാണ്. എല്ലാം കോടതിയിൽ കാണിച്ച് ബോധ്യപ്പെടുത്തി. ഇന്ററിം കസ്റ്റഡി ഓർഡറിൽ കോടതി പറഞ്ഞത് തൃശ്ശൂർ കുടുംബ കോടതിയിൽ നിന്ന് അവർ ഫയൽ ചെയ്തു. 4ാം ദിവസം ഓപ്പൺ കോർട്ടിൽ വെച്ച് ഞാൻ എവിഡൻസ് ജഡ്ജിനെ കാണിക്കുക. കാരണം കേസ് തുടങ്ങിയപ്പോൾ ഞാൻ വക്കീലിനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്നു. ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്, എനിക്കൊരു കണ്ണിന് കാഴ്ചയില്ല, ഒരു ചെവി കേൾക്കില്ല. എന്നിട്ട് ഞാൻ വക്കീലിനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്നു. വക്കീൽ ഇതൊന്നും പക്ഷെ കോടതിയിൽ കാണിച്ചില്ല. കേസ് പോസ്റ്റ് ചെയ്തു. ഞാൻ മക്കളും താമസിക്കുന്ന എറണാകുളത്താണ്, മക്കൾ എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരിക്കുക. കേസിൽ എനിക്ക് എത്താൻ പറ്റില്ല. വക്കീലിനോട് പറഞ്ഞിരുന്നു. കസ്റ്റഡി കേസാണ് ആദ്യം വിളിച്ചത്. ഫസ്റ്റ് ഒരു 4 കേസ് ഫയൽ ചെയ്തു. ഡിവോഴ്സ്, അഡൽട്ടറി, പിന്നെ ഇത് കസ്റ്റഡി കേസ്,
പിന്നെ ഗോൾഡ് ഒ പി MC. അതിൽ ഫസ്റ്റ് അവർ GOP വിളിച്ചു. GOP കേസ് വിളിച്ചപ്പോൾ അതിൽ ഞാൻ ഹാജരായില്ല. ഹാജരാവാത്ത അവസ്ഥയിൽ 4 ദിവസത്തേക്ക് കേസ് പോസ്റ്റ് ചെയ്തു. വക്കീലിൻ്റെ എല്ലാ എവിഡൻസ് ഇരിക്കുന്ന വക്കീലൊന്നും കാണിച്ചിട്ടില്ല. 4 ദിവസം ഞാൻ കോടതിയിൽ എത്താണ്, കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട്. ഞാൻ കോടതിയിലെത്തി, ഞാൻ ഓപ്പൺ കോർട്ടിൽ വെച്ച് ജഡ്ജിനെ ഈ എവിഡൻസ് എല്ലാം ഞാൻ കാണിച്ചു കൊടുത്തു. കയ്യിലുണ്ടായിരുന്നു, എല്ലാം ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു എന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ വക്കീൽ എന്ത് പറഞ്ഞു? അല്ല, വക്കീൽ അറിഞ്ഞില്ല ഞാൻ കാണിക്കുന്നു അല്ലെങ്കിൽ ഞാൻ കോടതിയിൽ എത്തുന്നു വക്കീൽ അറിഞ്ഞില്ല. അപ്പൊ ഇതിനിടയിൽ തൃശ്ശൂരായിരുന്നു കേസ് നടക്കുന്നത്. തൃശ്ശൂർ തൊട്ടടുത്താണ് വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ. വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കസ്റ്റഡി കേസിൽ കോടതിയിൽ ഹാജരാവാത്ത, അതായത് GOP ഗാർഡിയൻ ആൻഡ് വാർഡ്സ് പ്രകാരം ഉള്ള കേസിൽ കോടതിയിൽ ഹാജരാവാത്ത എന്നെ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വിളിച്ചു ചോദിക്കുക നീ എന്താ കേസിൽ വരാത്തതെന്ന്. അത് വിളിക്കേണ്ട ആവശ്യം അവർക്കില്ല, എതിർകക്ഷി സ്വാധീനിച്ചിരിക്കുക. അവർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഞാൻ കോടതിയിലേക്ക് എത്തും. ഞാൻ എത്തുമ്പോൾ ഞാൻ കുട്ടികളെയും കൂട്ടിയാണ് എത്തുക. ഈ കുട്ടികളെയും കൂട്ടി എത്തുമ്പോൾ നേരെ അവർ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തും. സസ്പെക്ടിനോട് 24 മണിക്കൂർ അവർക്ക് തടഞ്ഞു വെക്കാനുള്ള അധികാരം പോലീസിന് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. സസ്പെക്ട് ആണ്, എല്ലാം പഠിച്ചുല്ലേ? അല്ല, ഗതികേട് കൊണ്ട് പഠിച്ചതാ. അല്ലെങ്കിൽ LLB എടുക്കണം കേട്ടോ. അതെ, ഇത് മുഷ്താഖ് സാർ എന്നോട് പറഞ്ഞ കാര്യമാണ്. ഹൈക്കോടതിയിലെയോ? അതെ. അതെന്താ അദ്ദേഹം പറയാൻ കാര്യം? സാറിന്റെ ബെഞ്ച് ജഡ്ജി തന്നെ പറഞ്ഞു അത് ഇഷ്ടപ്പെട്ടായിരിക്കും അല്ലേ? OPFC 405/2020 കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കൊറോണയ്ക്കിടയിൽ. അപ്പൊ ആ സമയത്ത് എനിക്ക് വേണ്ടി ഹാജരായ വക്കീൽ അവിടെ എന്നെ വീണ്ടും പറ്റിച്ചു. ഒരാഴ്ച കുട്ടികളെ കസ്റ്റഡി കൊടുത്തു, ഇന്റർവ്യൂ കസ്റ്റഡി ചലഞ്ച് ചെയ്തപ്പോൾ. അങ്ങനെ കൊടുത്തിട്ട് ഞാൻ അതിനെ ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ച് കിട്ടിയപ്പോൾ ഞാൻ തടഞ്ഞു. ആ വക്കീലിനെ മാറ്റി ഞാൻ കോടതിയിൽ പറഞ്ഞ് ഈ തെളിവുകളെല്ലാം കാണിച്ച് ബോധ്യപ്പെടുത്തി കോടതിയിൽ പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു എന്താ പഠിച്ചിരിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ 10ാം ക്ലാസ്സാന്ന് പറഞ്ഞു. നോണ പറയുന്ന എൻ്റെ അടുത്ത് പറഞ്ഞു മുഷ്താഖ് സാറ്. നല്ല സാറ് സത്യമായിട്ട് എൻ്റെ മക്കളാണ് സത്യം, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ട്. അതിനുശേഷം പഠിക്കാൻ പറ്റിയില്ല. പിന്നെ അടുത്ത് പറയുന്നത് നിങ്ങളൊരു LLB എടുക്കണം, നിങ്ങൾക്ക് ഈ മേഖല നന്നായി ശോഭിക്കാൻ പറ്റുന്ന. അത് സമയം പോയിട്ടില്ല. അപ്പൊ ഞാൻ താങ്കളുടെ കഥയിലേക്ക് ബാക്കി വരും. അപ്പോ അഭിഭാഷക കേട്ടല്ലോ ഈ കാര്യം. അദ്ദേഹത്തിന് അഡ്വക്കേറ്റിൽ നിന്നുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ്, ചിലപ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം. ഈ കുടുംബ കോടതികളിൽ കേസ് കണ്ടമാനം പെരുകുന്നു. മാത്രമല്ല കേരളത്തിൽ ഈ ഡയബറ്റിക് ക്യാപിറ്റൽ എന്ന് പറയാറുണ്ട്, പ്രമേഹ രോഗത്തിന്റെ തലസ്ഥാനം. ഇപ്പൊ ഡൈവോഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു തുടങ്ങിയ ആൾക്കാർ. ഡൈവോഴ്സിന് പല കാരണങ്ങളുണ്ട്. ന്യൂക്ലിയർ ഫാമിലിയാണ്. ന്യൂക്ലിയർ ഫാമിലിയിൽ വളരുന്ന കുട്ടികൾക്ക് നോ എന്ന വാക്ക് അവർ കേൾക്കുന്നില്ല. അവര് ചോദിക്കുന്നതെല്ലാം ലഭിച്ചാണ് അവർ വളർന്നു വരുന്നത്. വിവാഹ ജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ അധികം അവർ കേൾക്കുന്നത് നോ ആയിരിക്കും. എന്ന കാര്യം ചെയ്യരുത്, നോ കേൾക്കുന്നില്ല. വിവാഹത്തിന് മുമ്പ് അവർ നോ കേൾക്കുന്നില്ല. സാധാരണ പേരൻസ് എല്ലാം അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുത്ത് ആ ഒരു കൾച്ചറിലായിരിക്കും പിള്ളേർ വളർന്നു വരുന്നത്. വിവാഹത്തിന് ശേഷം വന്നു കഴിയുമ്പോൾ അങ്ങോട്ട് തിരിയരുത് ഇങ്ങോട്ട് തിരിയരുത്, അവർ ഓരോ കാര്യങ്ങൾക്കും നിയന്ത്രണം ഭർത്താവിന്റെ ഭാഗത്ത് വരുമ്പോൾ കുട്ടികൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവരെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടായി തോന്നുമായി. പിന്നെ അവർക്കറിയാം ഇങ്ങനെ പണ്ട് കാലങ്ങളിൽ അവരുടെ അച്ഛനും അമ്മയും സഫർ ചെയ്ത പോലെ ഒന്നും ഇന്നത്തെ ജനറേഷൻ പിള്ളേർ അതിന് വില്ലിങ് അല്ല. ഇന്ന് പിള്ളേർ എഡ്യൂക്കേറ്റഡ് ആണ്, പിള്ളേർക്ക് ഇൻഡിപെൻഡന്റ് ഇൻകം. മാരേജ് കഴിക്കുന്ന ഇപ്പൊ ഈ ഇരിക്കുന്ന കുട്ടികളോട് ചോദിച്ചു വെക്കാം, അവരാഗ്രഹിക്കുന്ന വിദ്യാഭ്യാസത്തിന് ശേഷം അവർക്കൊരു ജോലിയായി ഒരു സ്വന്തം വീടായിട്ടാണ് വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ കല്യാണത്തെ കുറിച്ചുള്ള ചെറുപ്പക്കാരികളുടെ കല്യാണം കഴിക്കാത്തവരുടെ അഭിപ്രായം എങ്ങനെയാ? എന്താ കല്യാണത്തെ കുറിച്ചുള്ള സങ്കല്പം? അത് തന്നെയാണ് എന്റെ ഒരു തീരുമാനം. കല്യാണം കഴിക്കുവോ? കഴിക്കും അല്ലേ? താങ്കളോ? അതെ, കഴിക്കും. എന്ന് കഴിക്കും? എല്ലാം കഴിഞ്ഞ് എന്റെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞു. ജോലി കിട്ടണം, വീട് വെക്കണം, അതിന്റെ EMI അടച്ചു തരണം. അതെ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടിയതിന് ശേഷം. എല്ലാവരുടെ അഭിപ്രായം ഇത് തന്നെയാണോ? അപ്പൊ മാഡം പറഞ്ഞത് ശരിയാ. മിക്കവാറും ഇവരിൽ എത്ര പേര് കല്യാണം കഴിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കഴിക്കട്ടെ എന്നാണ് എന്റെ ആശംസ. പിന്നെ ആൺകുട്ടികള് അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവരുടെ അമ്മയായിരിക്കും റോൾ മോഡല്. രാവിലെ അമ്മ വെളുപ്പാങ്കാലത്ത് അമ്മ എണീക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, കുട്ടികൾ ഞങ്ങളെല്ലാം നോക്കി വളർത്തുന്നു. അച്ഛൻ വിളിക്കുന്നിടത്തെല്ലാം അമ്മ ഓടിയെത്തുന്നു. അമ്മ എപ്പോഴും ബിസി ആയിട്ടൊരു ലൈഫാണ്. അത് ആണ് ആൺകുട്ടി ആഗ്രഹിക്കുന്നത്. അവർ വിവാഹം കഴിച്ചു അവരാഗ്രഹിക്കുന്ന എന്റെ ഭാര്യയും ഇതേപോലെ ഓടി നടക്കാൻ അവർ തയ്യാറാവണം. ഞാൻ വരാം. റാഫി, കേരളത്തിലെ കല്യാണം മോചിതരായവരുടെ എണ്ണം വളരെ കൂടിയിരിക്കുക. റാഫി ഇപ്പൊ അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ട്. BBC-യിലൊക്കെ വന്നോ? എങ്ങനെ BBC പോയി പെട്ടു? ഞാൻ ചെയ്തിട്ടുള്ള ക്യാമ്പുകൾ കണ്ടിട്ട് അവര് വന്നതാ. ഇപ്പൊ സാറ് പറഞ്ഞ ഡിവോഴ്സ് എന്നുള്ളത് ഒരു മോശമായിട്ടാണ് ആൾക്കാർ വിചാരിക്കുന്നത്. അല്ല, അങ്ങനെ പൊതുവെ സമൂഹത്തിന് അങ്ങനെ ഒരു. താങ്കളുടെ നിലപാട് എങ്ങനെ ഈ കാര്യത്തില്? എന്റെ നിലപാട് എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ സ്റ്റക്കായി കിടക്കുന്ന ഒരു സിറ്റുവേഷനിൽ അത് ആരായാലും അതിന്ന് ഇറങ്ങി വരാനുള്ള ഒരു ഓപ്ഷനാണ്. ഇത് പെട്ടെന്ന് ത്യാഗങ്ങൾ സഹിച്ച് അവിടെ തുടരണോ, പൊളിച്ചു പുറത്തിറങ്ങണോ? പൊളിച്ച് പുറത്തിറങ്ങുക എന്നുള്ളതല്ല. ഇത് ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നാളെ ഡിവോഴ്സ് എന്നുള്ള സിറ്റുവേഷൻ അല്ല ഇവിടെ ഉണ്ടാവുന്നത്. ഇത് നമ്മൾ ഇപ്പം കോംപ്രമൈസ് എന്നുള്ളതൊക്കെ ഭയങ്കര മനോഹരമായിട്ടുള്ളതാണ്. സ്നേഹത്തോടെയാണ് കോംപ്രമൈസ് എന്നുള്ളത്. മ്യൂച്വൽ റെസ്പെക്റ്റും പിന്നെ ലോയൽറ്റിയും ട്രസ്റ്റും ഒന്നും ഇല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിന് ഒരു ഭംഗി ഉണ്ടാവില്ല. ഈ നിങ്ങൾക്ക് എതിർപ്പുള്ളവരുണ്ടെ പറയാം കേട്ടോ.
ഓക്കെ. അപ്പം അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന റിലേഷൻഷിപ്പ് അത്ര മനോഹരമാണ്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ വരുന്ന സാഹചര്യത്തിലാണ് ആളുകൾ ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എത്തുന്ന സാധനമൊന്നുമല്ല. ഒരുപാട് ആലോചിച്ച് അവിടേക്ക് എത്തണമെന്ന് വിചാരിച്ച് ആലോചിച്ചെത്തുന്ന സാഹചര്യമാണ്. ആ എത്തിക്കഴിഞ്ഞ് ഈ സമൂഹത്തിൽ എത്തുമ്പോൾ സമൂഹം അത്രയും വലിയ അക്സെപ്റ്റൻസ് അതിന് കൊടുക്കുന്നില്ല. നമ്മളെ വിഷമിപ്പിച്ച കാര്യം ഈ ഡിവോഴ്സുകൾ ഇങ്ങനെ കൂടുന്നു. അതെന്തുകൊണ്ടാണ് സാറിന് വിഷമം? കല്യാണ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴേ ഒരാൾ പറഞ്ഞു ഡിവോഴ്സ് ക്യാപിറ്റലാണ് കേരളം എന്ന് പറഞ്ഞ ഒരു വേഡിങ് അല്ല. അപ്പൊ ഈ ഡിവോഴ്സ് കൂടുന്നു എന്നതിന് വിഷമം എന്ന് സാറ് പറഞ്ഞു. അപ്പൊ മോശമായ മാരേജുകളിൽ കിടന്ന് സ്റ്റക്ക് ആവുന്നതിലല്ലേ നമ്മൾ വിഷമിക്കേണ്ടത്? അങ്ങനെയാണോ? താങ്കളുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? എനിക്ക് എന്റെ കാര്യം എന്താ, ഞാൻ മാത്രം എന്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഞാൻ ഹാപ്പി അല്ലാത്തൊരു മാരേജിൽ നിന്നും ഇറങ്ങി വന്ന് ഇപ്പം മാരേജ് ആയിരുന്നോ പ്രണയമായിരുന്നോ? അറേഞ്ച്ഡ് ആൻഡ് ഇഷ്ടമാണെന്ന് അറിഞ്ഞ് വീട്ടിൽ പറഞ്ഞ് കല്യാണം കഴിഞ്ഞു. അങ്ങനെ ആർക്ക് ഇഷ്ടപ്പെട്ടു? അല്ല ഇതിനൊക്കെ സൈക്കോളജിക്കൽ റീസൺ ഉണ്ടോ അറിയാൻ വേണ്ടിയാ. ആർക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടാലാണല്ലോ ഒരു കല്യാണം നടക്കുക. കുറെ കാലം പോയോ? ഇല്ല പ്രണയമല്ല. നമ്മള് ഇഷ്ടപ്പെട്ടു, ഇഷ്ടമാണെന്ന് അറിഞ്ഞ് വീട്ടിൽ സംസാരിച്ചു, കല്യാണം നടന്നു. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ എത്ര കാലം നീണ്ടുപോയി കല്യാണം? ഒരു 9 വർഷം നീണ്ടു നിന്ന് 9 കൊല്ലം നിന്ന വിവാഹം. 9 കൊല്ലത്തിനിടയിൽ ശ്വാസം മുട്ടിയോ? ഈ ശ്വാസം മുട്ട എന്നുള്ള സാർ ഇപ്പൊ തന്നെ ചോദിക്കുമ്പം എന്നോട് ഒരാളോട് ചോദിക്കുക, ഇപ്പം ഒരു ഡിവോഴ്സ് ആയി എന്ന് പറയുമ്പം ആരെടുത്തായിരുന്നു തെറ്റ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ആളുകൾക്ക് അറിയേണ്ടത് ആരെടുത്തായിരുന്നു തെറ്റുന്ന. ഇതൊരു പൊതുസമൂഹത്തിന്റെ തോട്ടാണ്. എന്തായിരുന്നു പ്രശ്നം? ഈ പ്രശ്നം ആക്ച്വലി വേറൊരാൾ അറിയേണ്ടതുണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. വ്യക്തിപരമായി കീപ്പ് ചെയ്യാം. വ്യക്തിപരമായിട്ട് പുറത്ത് പറയേണ്ടതുണ്ട്. ഏത്? അതായത് ചിലത് പുറത്ത് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ഉപയോഗിക്കാം. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ വിവാഹമോചനത്തിൽ ഒരുപാട് ആളുകൾ സ്റ്റക്കായി കിടക്കുന്ന വിവാഹത്തിൽ നിൽക്കുന്നുണ്ട്, സെപ്പറേറ്റ് ആയി നിൽക്കുന്നുണ്ട്, ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള വുമൺ ഉണ്ട്. വുമൺ മാത്രമല്ല, എല്ലാവരും. ഇവർക്കൊക്കെ മാനസികമായിട്ട് അനുഭവിക്കുന്ന ഭയങ്കര പ്രയാസങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസ് കൊടുക്കുക, പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ട്. അതെ. അത് ഓരോ ക്യാമ്പിന് ഓരോരുത്തരാണ് വരിക. ഒരു ക്യാമ്പ് 2 ഡേ ക്യാമ്പ് പോലെ. ഞാനൊരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യാം. അല്ല അറിയാൻ വേണ്ടി ഇതൊക്കെ. ഓക്കെ, ഈ വിവാഹമോചനം എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും അവരുടെ മാനസികാവസ്ഥ കുറച്ച് മോശമായിരിക്കും. ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരുടെ മുന്നിൽ ഇറങ്ങുന്ന സമയത്ത് അവർ ചോദിക്കും. അങ്ങനെ കുറെ ആദ്യമൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ അതേ സ്ഥാനത്ത് ഒളിച്ചോട്ടമാണെങ്കിലോ ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വരും. എൻ്റെ ഭാര്യ പോയല്ലേ മറ്റവൻ്റെ അവിടെ, അറിഞ്ഞ് കഷ്ടം തന്നെ അല്ലേ, നീ അവളെ നോക്കണില്ല, എന്ത് സംഭവം, ഈ സെറ്റപ്പിൽ വരും. മറ്റേ ഡിവോഴ്സ് ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല. അവൾക്ക് അവളുടേതായ കാര്യങ്ങൾ, എനിക്ക് എൻ്റെതായ, നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പോകാൻ പറ്റില്ല, നമ്മൾ വേർപിരിഞ്ഞു. അതിൽ അന്തസ്സുണ്ടോ? മറ്റത് ഈ പയ്യനടക്കം കുറെ ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ അവക്ക് ഉളുപ്പില്ലല്ലോ, ഇവളുമാരൊക്കെ അങ്ങ് അവിടെ പോയിട്ട് അവൻ്റെയൊക്കെ അങ്ങ് കിടക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ മേഘ, നീ എന്ത് ന്യായീകരണമായിട്ട് വന്നു കഴിഞ്ഞാലും ഇനിയിപ്പോൾ അഖിലിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കൂടി, ഞാൻ പറഞ്ഞില്ലേ നിനക്ക് ഡിവോഴ്സ് വാങ്ങിച്ചു പോകാൻ പറ്റും. ഇപ്പോൾ അഖിലിൻ്റെ ഭാഗത്ത് മേ ബി മിസ്റ്റേക്ക് ആണ്. പിന്നെ ഞാൻ അറിഞ്ഞിടത്തോളം ഈവൻ കണ്ടന്റ്, സിനിമ, ഇതിൻ്റെയൊക്കെ പുറകെ നടന്നാൽ അവളെ വലുതായിട്ടൊന്നും കെയർ ചെയ്യുന്നില്ല. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള സെറ്റപ്പൊക്കെ ഉള്ളൂ എന്ന് ആണ് അറിയാൻ സാധിച്ചിട്ടുള്ളൂ. അങ്ങനെ ആണെങ്കിൽ കൂടി നിനക്ക് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു മേഘ, കേട്ടോ. അല്ലാതെ ഇമാതിരി തന്തയില്ലാത്ത പരിപാടിയല്ല കാണിക്കേണ്ട. അപ്പോൾ ശരി, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടൊന്ന് താഴെ കമന്റ് ചെയ്യാം. ഞാൻ ഇപ്പം നമുക്ക് ഒരു വിഷയം സംസാരിക്കുന്ന സമയത്ത് മിസ്റ്റേക്ക് പറ്റിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ തിരുത്തും. ഓക്കെ, ഞാൻ ആദ്യം അറിഞ്ഞ കാര്യം അങ്ങനെയായിരുന്നു, അഖിലിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, ഇന്ന കാര്യമാണ്. അപ്പം ഞാനത് വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ ആ കാര്യം വെച്ചിട്ടാണെങ്കിൽ അവളെയും തെറ്റു പറയാൻ പറ്റത്തില്ല, പക്ഷേ ഒളിച്ചോടിയത് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മനസ്സിലായി അതല്ല, ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണ് ഞാനിപ്പോൾ അത് കൂടി ഇവിടെ ഒന്ന് തിരുത്തിയത് ജസ്റ്റ്. ഓക്കെ, എന്തായാലും അവള് രംഗത്ത് വരും, മേഘ രംഗത്ത് വരുമെന്നാണ് അറിയാൻ പറയുന്നത്. കുറച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ എന്തൊക്കെ അഖിലിനെതിരെ കേട്ട് കുറെ തെളിവുകളൊക്കെ ആയിട്ട് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.